റബ്ബറിന്റെ ഈറ്റിലമാണ് കാഞ്ഞിരപ്പള്ളി മേഖല. പരമ്പരാഗത കർഷകരായ കാഞ്ഞിരപ്പള്ളിക്കാർ സാധാരണയായി മറ്റൊരു കൃഷിയെക്കുറിച്ചും ചിന്തിക്കാറില്ല. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയുമെന്ന പഴമക്കാരുടെ ബീമ്പ് പറച്ചിലിൽ വിശ്വാസമർപ്പിച്ച് ഒരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് തങ്കം എസ്റ്റേറ്റിലെ റെനി ജേക്കബ് എന്ന കർഷകൻ. 4 ഏക്കറിലായി മികച്ച ലാഭം തന്നിരുന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി റംബൂട്ടാൻ കൃഷി ചെയ്ത് പുതിയൊരു ട്രെൻഡിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് റെനി. 2008 റെനി പരീക്ഷാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷിക്ക് തുടക്കമിട്ടത്. ഫാം ആരംഭിച്ച് 3-ാം വർഷം മുതൽ വിളവെടുത്തു തുടങ്ങി. 4 ഏക്കറിലായി ഏകദേശം 180-ലധികം മരങ്ങളാണ് നട്ടത്. ഇന്ന് ഓരോ വർഷം കഴിയുന്തോറും റംബൂട്ടാൻ കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിച്ചു വരികയാണെന്ന് റെനി ജേക്കബ് പറയുന്നു. കൺസിസ്റ്റൻ്റായിട്ട് ഈ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ മരം കേടുകൂടാതെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം കൺസിസ്റ്റൻ്റായിട്ട് ഫ്രൂട്ട് തരുന്നതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃഷിയായിട്ട് മാറ്റിയാലോ, ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വിഷ്വലായിട്ടുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കളറ്, അല്ലെങ്കിൽ അതിൻ്റെ രുചി, മധുരവും പുളിയും കൂടി ഉള്ള രുചി, ഇത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ കൃഷിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ആക്ച്വലി ഞങ്ങൾക്ക് പല വെറൈറ്റികൾ പല പ്രദേശത്തുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഏറ്റവും ഒരു സ്യൂട്ടബിളായിട്ട് വെറൈറ്റി ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു നല്ല വെറൈറ്റി കണ്ടുപിടിക്കാനായിട്ട് 2003 തോന്നുന്നു ഞങ്ങൾ തുടങ്ങിയത്. അതുപോലെ 2005, 2006 ആയപ്പോഴത്തേക്കും നല്ല റിസൾട്ട് തരുന്ന മരങ്ങൾ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെ 2009 ഇന്ത്യയിൽ ആദ്യമായി റംബൂട്ടാൻ ഒരു കൃഷിയായിട്ട് ചെയ്യാൻ ഉള്ള പരീക്ഷണമാണ് ഈ തോട്ടത്തിൽ ഞങ്ങൾ നടത്തിയത്. ഈ 4 ഏക്കറിൽ റബ്ബർ വെട്ടി, അന്ന് ഓൾമോസ്റ്റ് 225 രൂപയോളം റബ്ബറിന് വിലയുണ്ടായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് തരുന്ന റബ്ബർ തോട്ടം വെട്ടിമാറ്റി ഞാൻ ഈ ഒരു റംബൂട്ടാൻ തോട്ടം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ കൃഷി വളരെയധികം വിജയിക്കുകയും ഒരുപക്ഷെ പെർ ഏക്കർ പ്രൊഡക്ടിവിറ്റി ബാക്കി ഏത് കൃഷിയെ അപേക്ഷിച്ചും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻകം തരുന്ന ഒരു കൃഷിയായിട്ട് റംബൂട്ടാൻ മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 9 വർഷം ഈ തോട്ടത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠം. കേരളത്തിൽ പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസമാണ് റംബൂട്ടാന്റെ വിളവെടുപ്പ് കാലം. ശരാശരി 175 രൂപയാണ് 1 കിലോ റംബൂട്ടാന് കർഷകന് ലഭിക്കുക. ഉൽപാദന ചെലവിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് കർഷകന് വളരെ ലാഭം നൽകുന്നു. മറ്റു ഫലവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റംബൂട്ടാൻ കൃഷിക്ക് സവിശേഷതകളും ഏറെയാണ്. വിളവെടുപ്പിന് പാകമായാലും ഏകദേശം 20 ദിവസത്തോളം പഴം മരത്തിൽ തന്നെ നിർത്താം. മറ്റു വിളകളെപ്പോലെ പെട്ടെന്ന് കേടുവന്നു പോകുമോ എന്ന ആദി കർഷകന് വേണ്ടെന്ന് അർത്ഥം. ഇതുകൂടാതെ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ വിപണി സാധ്യത ഉള്ളതിനാൽ കർഷകന് ഒരിക്കലും കൃഷി ഉപേക്ഷിക്കേണ്ടിയും വരില്ല. ഒരു മരത്തിൽ നിന്ന് 150 മുതൽ 250 കിലോ വരെ ആവറേജ് ക്രോപ്പ് ഒരു വർഷം ലഭിക്കുകയും ഏതാണ്ട് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 150 രൂപയിലും വിലയുണ്ട്. അപ്പോൾ ഒരു ഏക്കറിൽ എങ്ങനെ പോയാലും മാക്സിമം 3 മുതൽ 6 ലക്ഷം രൂപ വരെ ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് ഉൽപ്പാദനം ലഭിക്കാൻ കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു വർഷം ഈ വർഷം 25 ടണ്ണോളം റംബൂട്ടാൻ, 4 ഏക്കറിൽ നിന്ന് 25 ടണ്ണോളം റംബൂട്ടാൻ എന്താ പറയുക, മാർക്കറ്റ് വില അനുസരിച്ച് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കൃഷിക്കാരനെ സംബന്ധിച്ച് അതിന് പകുതിയെങ്കിലും ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ കേരളത്തിലൊരു മാറ്റം, ഒരു സമഗ്രമായ മാറ്റം കൃഷി മേഖലയിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു കൃഷിക്ക്, ഈ ഒരു റംബൂട്ടാനിന് പറ്റുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ കേരളത്തിലെ കാർഷിക മേഖലയിലത്തെ വളരെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായി എന്ന് നമുക്കറിയാം. ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യമെടുക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവിടെ റംബൂട്ടാൻ പോലുള്ള പുതുമയുള്ള പരീക്ഷണങ്ങളിൽ കൂടെ നമുക്ക് ഒരു എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും ഡെക്കഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പൈനാപ്പിൾ കൃഷി പോലെയോ അല്ലെങ്കിൽ കോഴിക്കൃഷി പോലെയോ നമ്മുടെ എക്കോണമി തന്നെ വിറ്റഴിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ റീജിയനിൽ തന്നെ വിറ്റഴിക്കപ്പെടുന്ന, നമ്മുടെ കൺസ്യൂമേഴ്സിടെ തന്നെ മാർക്കറ്റുള്ള പ്രൊഡ്യൂസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കൃഷി വിഭവങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ള ബോധ്യമാണ് എന്നെ റംബൂട്ടാനിൽ അല്ലെങ്കിൽ പഴങ്ങളിലേക്കുള്ള ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പ്രേരിപ്പിച്ചത്. ശാസ്ത്രീയമായ കൃഷിരീതിയാണ് റെനി ജേക്കബിൻ്റേത്. ഒരേക്കറിൽ ശരാശരി 30 മരങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതിലൂടെ ജലസേചനം, മരത്തിന്റെ വളർച്ച എന്നിവ സുഗമമാക്കാൻ കഴിയുമെന്ന് റെനി ജേക്കബ് പറയുന്നു. ഇതുകൂടാതെ വിളവെടുപ്പിനും ഇത് ഏറെ സഹായകരമാണ്. മികച്ച ഇനം ഹൈബ്രിഡ് തൈകളാണ് റെനിയുടെ ഫാമിലുള്ളത്. മികച്ച രീതിയിൽ ചെയ്യുന്നതിനാൽ ഒരു മരത്തിൽ നിന്ന് ശരാശരി 200 കിലോ വീതം വിളവും ലഭിക്കുന്നുണ്ട്.
കൃഷിരീതികൾ, വിളസംരക്ഷണം, വിളവെടുപ്പ്, വിപണനം എന്നീ മേഖലകളിലെല്ലാം സ്വന്തമായ പാഠങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ റെനിക്ക് സാധിച്ചിട്ടുണ്ട്. റംബുട്ടാൻ പോലെ ദക്ഷിണേഷ്യയിൽ നിന്ന് വന്ന പഴവർഗ്ഗങ്ങളുടെ നഴ്സറിയായ ഹോം ഗ്രോൺ ബയോടെക്കിന്റെ പ്രൊമോട്ടർ കൂടിയാണ് റെനി ജേക്കബ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.